ഈ ഖിലാഫത്തൊക്കെ ഉണ്ടാവുന്നതിന് എത്രയോ മുമ്പ് ഇവിടുത്തെ മാപ്പിളമാർ ബ്രിട്ടനെതിരാണ്. 1852-ലാണ് 1852-ലാണ് സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങളെ യമനിലേക്ക് നാട് കടത്തുന്നത്. അദ്ദേഹത്തെയും കുടുംബാംഗങ്ങളെയും മുഴുവൻ നാട് കടത്തുകയാണ്. മലബാറിലെ മുസ്ലിങ്ങളുടെ ഏറ്റവും ആരാധ്യനായ നേതാവായിരുന്നു സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ. അദ്ദേഹത്തെ 852-ലാണ് നാട് കടത്തുന്നത്. ഫസൽ പൂക്കോയ തങ്ങളെ നാട് കടത്തിയതിലുള്ള പകയാണ് ഹെൻറി വലന്റൈൻ കനോലിയെ, നമ്മുടെ HV കനോലി, നമ്മുടെ കനോലി പ്ലോട്ടൊക്കെ ഇല്ലേ, കനോലിയെ കോഴിക്കോട്ട് വെച്ച് മാപ്പിള പോരാളികൾ കൊലപ്പെടുത്തുകയാണ് ചരിത്രത്തിൽ. അത് ഫസൽ പൂക്കോയ തങ്ങളെ നാട് കടത്തിയതിന്റെ പകയാണ്. ഫസൽ പൂക്കോയ തങ്ങളുടെ വാപ്പയാണ് സയ്യദ് അലവി തങ്ങൾ. സയ്യദ് അലവി തങ്ങൾ എഴുതിയ പുസ്തകത്തിന്റെ പേരാണ് സൈഫുൽ ബത്താർ. അത് അന്നെല്ലാ മുസ്ലിം പള്ളികളിലും വിതരണം ചെയ്തിരുന്നു, സൈഫുൽ ബത്താറിന്റെ കോപ്പികൾ. ബ്രിട്ടൻ സൈഫുൽ ബത്താർ നിരോധിച്ചു. എന്താണ് നിരോധിക്കാൻ കാരണം? സൈഫുൽ ബത്താറിന്റെ ഉള്ളടക്കം നാം എന്തുകൊണ്ട് ബ്രിട്ടനെതിരെ പോരാടണം, അതാണ്. ബ്രിട്ടനെതിരായി സമരം ചെയ്യേണ്ടതിന്റെ ന്യായങ്ങളാണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം. അതാണ് ബ്രിട്ടൻ നിരോധിച്ചത്. ആ അലവി തങ്ങളുടെ മകനാണ് സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ. ആ തങ്ങളെയാണ് 852-ൽ നാട് കടത്തുന്നത്. ഞാൻ പറഞ്ഞു വന്നത് 1800-കളിൽ തന്നെ മലബാറിലെ മുസ്ലിങ്ങൾ, അവരാണല്ലോ മാപ്പിളമാരെന്ന് വിളിക്കപ്പെടുന്നത്, ആ മാപ്പിളമാരും ബ്രിട്ടീഷ് സാമ്രാജ്യത്വവും തമ്മിലുള്ള ഈ ശത്രുത, ഈ ഏറ്റുമുട്ടലുണ്ട്.